ഹായ് ഓൾ, ടോപ്പ് മാൾ ക്ലോത്തിങ് എന്നാണ്. നിങ്ങൾക്കറിയാം ടോപ്പ് മാൾ ക്ലോത്തിങ്ങിൻ്റെ വെബ്സൈറ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ലോഞ്ച് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സിന് എങ്ങനെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളത്, പ്ലേസ് എങ്ങനെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു ഡെമോ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നതും ആ ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് മാൾ ക്ലോത്തിങ്ങിൻ്റെ URL സെർച്ച് ചെയ്യാം. ടോപ്പ് മാൾ ക്ലോത്തിങ് .in സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് കാണുന്ന ഇൻ്റർഫേസ്, അതായത് ടോപ്പ് മാളിൻ്റെ ഹോം പേജ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ടോപ്പ് മാളിൻ്റെ പേജ് എന്ന് പറയുന്നത്, ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഐറ്റംസ് ഏതാണോ നോക്കുന്നത് എന്നുള്ളതിനൊക്കെ മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏത് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും ഏത് ആപ്പിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ കാണുന്ന ഈ ലോഗിൻ കണ്ടില്ലേ, ഈ ലോഗിൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ താഴെ കാണുന്നുണ്ടായിരിക്കും ഡോണ്ട് ഹാവ് എൻ അക്കൗണ്ട് സൈൻ അപ്പ്. അതായത് നിങ്ങൾ മുന്നേ ഈ വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, കയറിയിട്ടില്ല, മുന്നേ സൈൻ ഇൻ ചെയ്തിട്ടില്ല. സൈനപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ സൈനപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. സോ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. സൈനപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കണം. കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ പേര് കൊടുക്കേണ്ടതുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യും, ഒരു OTP വരും. ആ OTP നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൈനപ്പ് എന്തായി, ഫിനിഷായി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പേര് കൊടുക്കുന്നു, ടോപ്പ് മാൾ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളൊരു നമ്പർ കൊടുക്കുന്നു. നമ്മൾ നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാം ഗെറ്റ് OTP എന്നുള്ളത്. സോ അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് OTP സെൻഡ് ടു യുവർ ഫോൺ. സോ ഫോണിൽ OTP വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ OTP കൊടുക്കുന്നു. OTP കൊടുത്തതിന് ശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാം സൈനപ്പ് സക്സസ്ഫുൾ, പ്ലീസ് ലോഗിൻ ടു കണ്ടിന്യൂ. അതായത് നിങ്ങളിപ്പോൾ കറന്റ് ചെയ്തിട്ടുള്ളത് സൈനപ്പ് ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഇനി ലോഗിൻ ആണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നമ്പർ ഒന്നുകൂടെ ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, OTP ടൈപ്പ് ചെയ്യുന്നു, ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ലോഗിൻ ആയിട്ടുണ്ട്. ആ ലോഗിൻ ആയിട്ടുണ്ടോ എന്നുള്ളത് ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കിയാൽ മതി. ഈ ലോഗ് ഔട്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ട്സും ഐറ്റംസ് എല്ലാം കളക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൗൺസ് ആണ് വേണമെന്നുണ്ട്, ഗൗൺസ് ഇവിടെ ഉണ്ട്, കോഡ് സെറ്റ് ഉണ്ട്, ടോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗൗൺസ് ആണ് വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൗൺസിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, ഗൗൺസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കാണിക്കുന്നു. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ഐറ്റം ഏതാണെന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി വരിക കുർത്തീസ് ആയിരിക്കും, ഷോർട്ട് കുർത്തീസ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോർട്ട് എന്ന് അടിക്കുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് പാകിസ്ഥാനി ഷോർട്ട് കുർത്തീസ്, അതുപോലെ തന്നെ 2 ഐറ്റം പാകിസ്ഥാനി ഷോർട്ട് കുർത്തീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, പാകിസ്ഥാനി ഷോർട്ട് കുർത്തീസിൻ്റെ ഇൻ്റർഫേസ് വരുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷോപ്പ് ബൈ കാറ്റഗറീസിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അതിൽ പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ സൈസ്, കളേഴ്സും കാര്യങ്ങളൊക്കെ. സോ നമ്മളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടഡ് മലേഷ്യൻ ഗൗൺ വിത്ത് ഹിജാബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഐറ്റത്തിൻ്റെയും പ്രിൻറ്റും കളേഴ്സും അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടത്, അതായത് മോച്ച സ്ട്രൈപ്പ് ഫ്ലോറൽ സെറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഐറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. സോ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് അവൈലബിൾ. ഇപ്പോൾ ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ സൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നുണ്ടാവുക. അത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അതല്ല നിങ്ങൾക്ക് വേറെ ഡിഫറെൻറ്റ് ഐറ്റംസ് സൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ബോട്ടംസ് എടുക്കുകയാണെന്ന് വെക്കാം. ഇതിൽ കൊറിയൻ പാൻസ് ബാഗി ഫിറ്റ് എടുക്കുന്നു. ഇതിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈസ് കൊടുക്കുന്നുണ്ട്, ML, XL, XXL. നമ്മൾ ആ സൈസ് മാത്രമല്ല കൊടുക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ, ഇപ്പം ജീൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊറിയൻ പാൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കളർ ചാർട്ട് എന്ന് കാണുന്നില്ലേ, ഈ കളർ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറിയൻ പാൻസിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, കാണുന്നുണ്ടല്ലോ അല്ലേ, സൈസ്. അതായത് M സൈസിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത് അല്ലെങ്കിൽ ബോട്ടം വിഡ്ത്ത് എത്രയാണ് വരുന്നത്, നമ്മൾ കറക്റ്റ് അക്യൂറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ സൈസ് ചാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും സൈസ് എങ്ങനെയാണ്, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇത് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ,
ഇനി നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് പ്ലേസ് എങ്ങനെ ഓർഡർ ചെയ്യാം, അതായത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടഡ് മലേഷ്യൻ കോളനെ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. സോ ഇതിൽ നമ്മൾ ഓഫ് വൈറ്റ് മൾട്ടി കളർ ഫ്ലോറിൽ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു. ഇവിടെ കാണുന്നുണ്ടല്ലോ ആഡ് ടു കാർട്ട്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ യൂഷ്വലി വെബ്സൈറ്റ്, അതായത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്, ഇപ്പം ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ ആമസോൺ, അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യൂ കാർട്ടിലേക്ക് പോകുന്നു. ഈ വ്യൂ കാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഐറ്റം എന്താണെന്നുള്ളതും അതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതും എല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ഓർഡർ കാണാം. അതിന് മുന്നേ അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഷിപ്പിംഗ് ആൻഡ് ഡിസ്കൗണ്ട്സ് കാൽക്കുലേറ്റഡ് അറ്റ് ചെക്ക് ഔട്ട്. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഡെലിവറി ചാർജ് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ ഷോപ്പിൽ എങ്ങനെയാണോ, അതായത് ഓഫ്ലൈനിൽ എങ്ങനെയാണോ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്, ആ ഒരു സെയിം പ്രൈസ് തന്നെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായിരിക്കും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. എക്സ്ട്രാ വരുന്ന പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നില്ല, നമ്മളത് വാട്സപ്പിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുന്നു. ഈ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് എന്ത് ചെയ്യും, കൺഫർമേഷൻ മെസ്സേജ് ചോദിക്കും. അതായത് ആർ ഷുവർ യു വാണ്ട് ടു പ്ലേസ് ദ ഓർഡർ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എന്ത് ചെയ്തു, ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഞങ്ങൾ നിങ്ങൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത്. അതായത് ഞങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, നിങ്ങൾ പ്ലേസ് ഓർഡർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ കയ്യിലുണ്ടായിരിക്കും. ഞങ്ങൾ അത് എന്ത് ചെയ്യും, നിങ്ങൾ വാട്സപ്പിൽ എന്ത് ചെയ്യും, നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ എന്ത് ചെയ്യും, മെസ്സേജ് വരും. സോ നിങ്ങൾ എന്ത് ഐറ്റമാണോ ഓർഡർ ചെയ്തത്, പ്ലേസ് ഓർഡർ ചെയ്തത്, ആ ഐറ്റം നിങ്ങൾ വാട്സപ്പിലേക്ക് വന്നിട്ട് അവിടെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺഫർമേഷൻ, അതായത് ഓർഡർ കൺഫേം ചെയ്യുന്നുണ്ടാവുക, ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ വാട്സപ്പിലേക്ക് വരുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന ഡെലിവറി ചാർജസ്, അതുപോലെ തന്നെ എത്രയാണ് ചാർജസ് വരുന്നത്, അതായത് ഡിപ്പെൻസ് ഓൺ വെയിറ്റ് ആയിരിക്കും നിങ്ങളെ ചാർജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, വാട്സപ്പിൽ നിങ്ങളെ ഓർഡർ കൺഫർമേഷൻ അവിടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പ്ലസ് ചാർജും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലായിരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്ത് ചെയ്യുക, പ്ലേസ് ഓർഡർ ചെയ്യുക. ഈ പ്ലേസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കൺഫർമേഷൻസും ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ ത്രൂ വാട്സപ്പ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നടക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട, അതായത് നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഐറ്റമാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ നീഡിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറൻ്റ്ലി നമ്മൾ ഐറ്റംസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്കമിങ് ഡേയ്സ്, അതായത് വരുന്ന ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം വെഡ്ഡിങ് സീസണാണ്, വെക്കേഷനാണ്, വിഷു വരുന്നുണ്ട്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല. അപ്പം എസ്പെഷ്യലി വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടി വെയർസ്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ 5XL 4XL യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്ഷൻ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ആ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. സോ ഇൻസ്റ്റാഗ്രാമിൽ ടോപ്പ് മാ ക്ലോത്തിങ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് നമ്മൾ കൂടെ കൂടിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതുതായിട്ട് കൊണ്ടുവരുന്നത്. ഈ ഓരോ സീസണിലും നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് സെയിലുള്ള ഐറ്റംസ് നമ്മൾ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ എല്ലാവരും ഈ പറയുന്ന ടീം ടോപ്പ് മാളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.